നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സോബർവില്ല രണ്ടാം വാർഷികാഘോഷം കായണ്ണ ഊളേരിയിൽ സംഘടിപ്പിച്ചു. കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് വിവിധ തരം ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി കായണ്ണ ഊളേരിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഷോബർവില്ലയുടെ രണ്ടാം വാർഷികവും ജന്മദിന ടോക്കൺ വിതരണവും ഷോബർവില്ല അങ്കണത്തിൽ സംഘടിപ്പിച്ചു. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും അനവും നീയല്ലോ. സണ്ണി കൂവപ്പാറ സ്വാഗതം പറഞ്ഞു. കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഉപയോഗം എന്നുള്ളത് നേരത്തെയൊക്കെ അതൊരു മദ്യപാനത്തിൽ മാത്രം ഒതുങ്ങിയതാണെങ്കിൽ ഇന്ന് ഏറ്റവും പുതിയ രീതിയിലുള്ള പല നിറമില്ലാത്ത മണമില്ലാത്ത മറ്റാളുകൾ പെട്ടെന്നറിയാത്ത രാസലഹരിയിലേക്ക് എത്തി നിൽക്കുകയാണ്. സമൂഹം ഇന്ന് വളരെ പേടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. പല വീടുകളിലും ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഗുരുതരമായ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. നമ്മുടെ സമൂഹത്തിലെ ബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഈ ബന്ധത്തിന് കോട്ടം തട്ടുന്ന രീതിയിലേക്കാണ് പലപ്പോഴും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോയിക്കൊണ്ടിരിക്കുന്നത്. ജിൻസ് പെരിഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലതീഷ് കോഴിക്കോട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്തെന്ന് വിശദീകരണം നടത്തി. ഏതായാലും ഈ വളരെ തീർത്തും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ എത്തിപ്പെടുന്നത്. എല്ലാവരെയും പോലെ നമ്മൾ പറയാറുണ്ട്, ഒരു കലത്തിലെ ചോറ് മുഴുവൻ ബന്ധവും നോക്കാൻ വേണ്ടി എല്ലാ വെറ്റെടുത്ത് നെക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം നെക്കി നോക്കിയാൽ തന്നെ അറിയാം അതിൽ എന്തായാലും എൻ്റെ നിലവാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫാദർ ജോസ് പെണ്ണാപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ഋഷികേശൻ, ഫെറീന സേവ്യർ, ഷൈജ, നഷീദ റഹീം, ബഷീർ, മുൻ മെമ്പർ ഷിജു പി.കെ. എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ ജന്മദിന ടോക്കൺ നൽകി സ്വീകരിച്ചു. മദ്യപാനത്തിൽ നിന്നും മുക്തി നേടിയവർ അവരുടെ പഴയതും പുതിയ കാല അനുഭവങ്ങളും പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.